ഈ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ വാർത്തകളൊന്നും കാര്യമായി ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നില്ല. എനിക്കൊന്ന് ട്രംപ് വിജയിച്ചതിന് ശേഷം വാർത്തകൾ കാര്യമായി വരാത്തത് അതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ യുദ്ധം ജനുവരി 20 തീർന്നേക്കാം എന്നൊക്കെ തോന്നൽ പലർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ സംഭവങ്ങൾ വാർത്തകളൊന്നും വരുന്നില്ലെങ്കിലും പണി നന്നായിട്ട് നടക്കുന്നുണ്ട്. ലെബനോണിൻ്റെ ഏറ്റവും ഡീപ്പർ സൈഡിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സേന കയറിയെന്നാണ് ഞാൻ ഇസ്രായേൽ യുദ്ധം കവർ ചെയ്യുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കിയപ്പോൾ കണ്ടത്. അതേപോലെ സിറിയയിലും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. അമേരിക്ക ആണെങ്കിൽ യമനിലൊക്കെ ബോംബ് വർഷം തന്നെ നടത്തി ഇന്നലെ. അപ്പോൾ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. എന്താണ് യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? സിറിയയിൽ ഗംഭീരമായ ഒരു ആക്രമണം വ്യാഴാഴ്ച നടക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഇസ്ലാമിക് ജിഹാദ് ഉണ്ടല്ലോ, ഹമാസിൻ്റെ കൂടെ മറ്റേ ഖാസയിലുമൊക്കെ ഉള്ള കൂട്ടർ, ഈ ഇസ്ലാമിക് ജിഹാദിൻ്റെ വിദേശ ബന്ധ മേധാവി, ഫോറിൻ റിലേഷൻസ് അതിൻ്റെ ചീഫ്, പിന്നെ അതിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം 2 പേര് കൊല്ലപ്പെട്ടു സിറിയയിലെ ആക്രമണത്തിൽ. ഈ PB അംഗം അബ്ദുൽ അസീസ് മിനാവി, പിന്നെ വിദേശ ബന്ധമേധാവി ഇസ്ലാമിക് ജിഹാദിൻ്റെ റാസ്മി അബു ഇസ, ഇവർ 2 പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോര് ഗാസയിലാണ് നടക്കുന്നതെങ്കിലും ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് സിറിയയിലാണ്. അതാണ് അതിൻ്റെ രസം. സിറിയയിൽ ഇവരുണ്ടെന്ന് അറിഞ്ഞിട്ട് സിറിയയിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ സിറിയയിലേക്കും കൂടി ഇസ്രായേൽ കയറിയിരിക്കുന്നു. അതാണ് കുറച്ച് ദിവസമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഡമാസ്കസിൻ്റെ അടുത്ത് ഖുദ്സായ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ ആക്രമണം, ഇവരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഹമാസിനെ ഒരുമാതിരി തീർത്ത ശേഷം ഇസ്ലാമിക് ജിഹാദിലേക്കും കൂടി ഇസ്രായേൽ തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഏറ്റവും മുതിർന്ന 2 നേതാക്കളാണ് ഇപ്പോൾ ഇല്ലാതായത് ഈ ആക്രമണത്തോടുകൂടി. അപ്പോൾ ഈ ഇസ്രായേൽ പട്ടാളം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളാണ്, സാധാരണഗതിയിൽ ചെയ്യാറില്ല, പക്ഷെ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം ഏറ്റു. UK ബേസ്ഡ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സംഘടനയും ഇവരുടെ കൊലപാതകം സ്ഥിരീകരിച്ചു. ഇങ്ങനെ കൊല്ലപ്പെട്ടു. 23 പേര് കൊല്ലപ്പെട്ടു. അവിടെ ഇവരൊക്കെ ഉള്ള കെട്ടിടം ആക്രമിച്ചപ്പോൾ 23 പേരും ആകെ കൊല്ലപ്പെട്ടു. അതിൽ 2 ഇസ്ലാമിക് ജിഹാദിൻ്റെ ഈ 2 നേതാക്കൾ പെട്ടത്. 13 പേര് കൊല്ലപ്പെട്ടത് മാസി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഡമാസ്കസിൻ്റെ തന്നെ അടുത്ത്. 10 ഇസ്ലാമിക് ജിഹാദ് പോരാളികൾ, ഭടന്മാർ, ഭീകരർ, അവർ നഗരത്തിൻ്റെ പുറത്താണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈജിപ്തിലെ പലസ്തീൻ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇസ്ലാമിക് ജിഹാദ്. വെസ്റ്റ് ബാങ്ക്, ഈ ഗാസ, ഇതൊക്കെ മോചിപ്പിച്ച് ഒരു പലസ്തീൻ രാജ്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതിൻ്റെ സേനയുടെ പേരാണ് അൽ ഖുദ്സ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. 1990 മുതൽ ഇവർ പല സ്ഥലത്തും ആക്രമണം, പലതരത്തിൽ ഇസ്രായേലിനെതിരെ ആക്രമണം. ഇറാന്റെ ഫണ്ടിങ് ഉണ്ടാവുമല്ലോ. ഫണ്ടിങ് ഉണ്ട്. ചാവേർ ആക്രമണങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ, സിറിയ, ഹിസ്ബുല്ല ഇവരുടെ പിന്തുണ ഇസ്ലാമിക് ജിഹാദിനുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇവർക്ക് പങ്കുണ്ട്. ഈയിടെ നമ്മൾ ഈ റാഞ്ച് ബന്ദികളെവിടെ എന്ന് ചർച്ച ചെയ്യാറുണ്ടല്ലോ. കുറേ ബന്ദികൾ ഇസ്ലാമിക് ജിഹാദിൻ്റെ കയ്യിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഇവരുടെ കയ്യിലുള്ള ഒരു ബന്ദിയുടെ വീഡിയോ ആൾ സംസാരിക്കുന്നത് ഇറക്കിയിരുന്നു. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളിൽ കണ്ടില്ല. ഈയിടെ 24 വയസ്സുള്ള റഷ്യയിൽ താമസിക്കുന്ന ഇസ്രായേലുകാരൻ, റഷ്യൻ പൗരനാണ് അയാൾ. ഇസ്രായേലി ബന്ദി സാഷ ട്രുപ്പാനോവിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കി. ഗാസയിൽ നിന്നാണ് അത് പുറത്തിറക്കിയത്, വെള്ളിയാഴ്ചയും ബുധനാഴ്ചയുമായിട്ട്. ഇസ്രായേലിൽ നെതന്യാഹുവിൻ്റെ ഭരണകൂടത്തിൽ, ആ പാർട്ടി സഖ്യത്തിൽ ഒരു സെഫാർദി അൾട്രാ ഓർത്തഡോക്സ് പാർട്ടി ഉണ്ട്, ജൂതന്മാർ തന്നെ, ഷാസ് എന്ന് പറഞ്ഞൊരു പാർട്ടി. അതിൻ്റെ നേതാവ് ആയെ ധെറിയോടാണ് ഈ അപേക്ഷ വീഡിയോയിലുള്ളത്. നെതന്യാഹുവിനോടല്ല, സഖ്യത്തിലെ ഒരു
യാഥാസ്ഥിതിക ഘടകകക്ഷിയോടാണ് അപേക്ഷ. ഞങ്ങളെ മോചിപ്പിക്കണം, വെടിനിർത്തൽ വേണം, അതിന് നെതന്യാഹുവിനെ പ്രേരിപ്പിക്കണം എന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. ഇയാൾക്ക് 24 വയസ്സായി. ഇയാളുടെ ഗേൾഫ്രണ്ട് സാപ്പിർ കോഹൻ്റെ കൂടെയാണ് ബന്ദിയാക്കപ്പെട്ടത്. അപ്പോൾ 2 ബന്ദി, ഇയാളുടെ അമ്മ, മുത്തശ്ശി, ഇവരും ബന്ദികളായിരുന്നു. ഇവരുടെ കാര്യം അറിഞ്ഞുകൂടാ. അവരെ വിട്ടയച്ചിരുന്നു അന്ന് തന്നെ. പിന്നെ 2023 നവംബറിൽ കുറച്ച് ബന്ദികളെ വിട്ടില്ലോ. ആദ്യം 290ഓളം ബന്ദികളുണ്ടായിരുന്നു. വൃദ്ധര്, സ്ത്രീകളെ കുറച്ച് പേരെ വിറ്റു. അതിൽ ഇയാളുടെ അമ്മയും മുത്തശ്ശിയും വിട്ടിരുന്നു. അച്ഛൻ വിറ്റാലിയെ ഹമാസുകാർ കൊന്നിരുന്നു. ഇയാളുടെ അച്ഛൻ ട്രുപ്പാനോവിൻ്റെ. മാക്സിം ഹെർക്കിൻ എന്നൊരു റഷ്യൻ ബന്ദിയും ഈ ഇസ്ലാമിക് ജിഹാദിൻ്റെ. അല്ല, ഇപ്പോൾ എനിക്കൊരു സംശയം. ഇപ്പം ഇസ്രയേൽ ഈ ഗാസയ്ക്ക് പുറത്ത് സിറിയയിലും ലബനോണിലും നടത്തുന്ന ആക്രമണങ്ങൾ, ആക്രമണങ്ങൾ ഇവരുടെ ശല്യം കൊണ്ടാണ്. പക്ഷെ ശല്യം കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ ബന്ദികളെ അങ്ങോട്ട് കടത്തിയിട്ടുണ്ടോ എന്നുള്ള തെരച്ചിൽ കൂടിയാവാം അല്ലേ? ആ തെരച്ചിലുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഇത് മറ്റേ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇല്ല എന്ന് ഏതാണ്ട് ഉറപ്പാണല്ലോ. കാരണം യാഹ്യ സിൻവർ ബന്ദികളെ കവചങ്ങളാക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ട് അവിടെ നോക്കിയിട്ട് കവചങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇസ്ലാമിക് ജിഹാദ് പല സ്ഥലത്തേക്കും കടത്തിയിട്ടുണ്ടാവും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഈജിപ്തിലുണ്ടാകാം, സിറിയയിലുണ്ടാകാം. അപ്പോൾ സിറിയയിലുണ്ട് എന്നുള്ളൊരു സംശയമൊക്കെ വന്നുകൊണ്ടായിരിക്കണം അവിടെയും കൂടിയൊക്കെ ഇസ്ലാമിക് ജിഹാദ് നേതാക്കൾ സിറിയയിലാണല്ലോ പിരിക്കുന്നത്. അവർ തട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് മറ്റേ ഗാസയിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്, പലായനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 എണ്ണത്തിന് കിട്ടിയത് സിറിയയിലാണ്. ഇപ്പൊ വീഡിയോയും വന്നു ബുധനാഴ്ചയും വെള്ളിയാഴ്ചയായിട്ട് ഒരു ബന്ദിയുടെ, ട്രുപ്പാനോവിൻ്റെ. അപ്പോൾ സിറിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ, ഈജിപ്തിലുണ്ടോ? എന്തായാലും ഈജിപ്തിലേക്ക് ഇസ്രായേലിന്റെ നുഴഞ്ഞുകയറ്റമൊന്നും വന്നിട്ടില്ല. ഇല്ല, ഈജിപ്തിലേക്ക് വേറൊരു രാജ്യമാണല്ലോ. അതെ. പക്ഷെ സിറിയയും ലബനോണും നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈജിപ്ത് വളരെ സാധ്യതയുണ്ട്. ഖത്തറിലേക്ക് ഇപ്പോൾ ഫ്ലൈ ചെയ്തൊക്കെ കൊണ്ടുപോകും. മറ്റേത് അതിർത്തി കടത്തി വിട്ടാൽ മതി. മാത്രമല്ല, ഖത്തറിലേക്ക് ബന്ദികളായിട്ട് വന്ന ഖത്തർ എയർപോർട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അത് സാധ്യത കുറവാണ്. ഖത്തർ സമ്മതിക്കും. ഇപ്പം തന്നെ ഖത്തർ ഇറക്കി വിട്ടിരിക്കുക. അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും വന്നിട്ടില്ല. ഏതായാലും സിറിയയിലും യമനിലും ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന് പുറമെ അമേരിക്കയുടെയും റഷ്യയുടെയും യമന്റെ കാര്യത്തിലും സംശയമുണ്ട്. യമനിലും സാധ്യതയുണ്ട്. അതും കടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം യമനിലെ ഹൂത്തികളാണല്ലോ കഴിഞ്ഞ ദിവസം അമേരിക്കൻ നാവികസേനയ്ക്ക് നേരെ ഒരു ആക്രമണ ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും തിരിച്ച് അമേരിക്കയുടെയും UK-യുടെയും വിമാനങ്ങൾ പോയി അവിടെ ഒരു ബോംബ് മഴ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കാരണം അമേരിക്ക തന്നെ പുറത്ത് വിടുന്നില്ല എന്ന് തോന്നുന്നു. ഏതായാലും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലെബനോണിലെ കാര്യമാണ്. ലെബനോണിൽ 2006 ലെബനോണിൽ കയറിയിട്ട് ഇസ്രായേൽ തിരിച്ചു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ തിരിച്ചു പോരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതുവരെ അവർ കയറിയവിടത്തു നിന്ന് വീണ്ടും ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി എന്നാണ് ഇന്ന് രാവിലെ ജെറുസലേം പോസ്റ്റിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഈ ലെബനോണിൽ ഇനി സ്ഥിരമായി നിൽക്കാൻ ഇസ്രായേൽ മുതിരുമോ? അത് സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഈ തെക്കൻ ലെബനൻ്റെ അപ്പുറത്ത് നോക്കുമ്പോൾ വടക്കൻ ഇസ്രയേലാണല്ലോ. വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഇവരുടെ ആക്രമണം കാരണം 60,000 ഇസ്രായേലികൾ പലായനം ചെയ്തിരുന്നു. വീടുകളൊക്കെ ഉപേക്ഷിച്ചു പോയി. അവരെ കൊണ്ടുവന്ന് റീസെറ്റിൽ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ തെക്കൻ ലെബനൻ ഉണ്ടല്ലോ, ലിറ്റനി പുഴയുടെ അപ്പുറത്തെ വശം, അത്രയും ഭാഗം ഈ പുഴ കുറച്ച് വലുതാണ്, പേരേ ഉള്ളൂ, വലിയ സംഭവമാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്ഥലം മുഴുവൻ ഒഴിപ്പിച്ചെടുത്തിട്ട് തെക്കൻ ലെബനൻ അത്രയും ഭാഗത്തും കൂടി ഇസ്രായേലികളെ സെറ്റിൽ ചെയ്യിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതായിരിക്കും ഒഴിപ്പിക്കുന്നതിന്റെ. ഹിസ്ബുള്ള ഓൾറെഡി പറയുകയും ചെയ്തു, ഞങ്ങൾ ലിറ്റനി പുഴയ്ക്ക് അപ്പുറത്തേക്ക് പൊക്കോളാന്നൊക്കെ പറഞ്ഞു. പൊക്കോളാന്ന് പറയുന്നു. ഇപ്പൊ ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഹിസ്ബുള്ളയായിട്ട് വെടിനിർത്തൽ വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതായി ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ വായിച്ചു. അതിലും ഈ വെടിനിർത്തലിന്റെ കാര്യം പറയുന്നുണ്ട്. ലിറ്റനി പുഴ അത് വെടിനിർത്തൽ കരാറൊക്കെ ഒപ്പിടുമ്പോൾ അങ്ങനെ പറയാം എന്നുള്ളതാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് 1701 എന്ന് പറഞ്ഞ പ്രമേയം ഉണ്ടല്ലോ, UN. ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ലിറ്റനി പുഴയുടെ അപ്പുറത്തേക്ക് പട്ടാളം, തെക്കൻ ലെബനനിൽ ലെബനന്റെ പട്ടാളവും അന്താരാഷ്ട്ര സേനയും
നിന്നോളും എന്നൊക്കെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പാലിച്ചില്ല. അന്താരാഷ്ട്ര സേന 10,000 പേര് അവിടെ തിന്നും കുടിച്ചും കിടക്കുക, അതാണ് ഒന്നും ചെയ്തില്ല. ലെബനീസ് പട്ടാളം അവിടെ ഇല്ല, ആ പഞ്ചായത്തിൽ പോലും ഇല്ല. ഇസ്രയേലിനാണെങ്കിൽ ആ അന്താരാഷ്ട്ര സേന ഉണ്ടല്ലോ, UN സേന, അതിന് അവിടെ ആവശ്യമില്ല. അവരിയ്ക്കുന്ന ഭാഗവും കൂടിയൊക്കെ ഇപ്പൊ ഇസ്രയേൽ ഒക്യുപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, നക്കോറ ഒഴിയണമെന്ന് പല പ്രാവശ്യം ഇസ്രയേൽ പറഞ്ഞതാണ്. ഏതായാലും ലെബനോണിലേക്ക് ഇസ്രയേലിന്റെ അധിനിവേശം എന്ന് വേണേൽ പറയാം അല്ലേ, മറ്റൊരു രാജ്യത്തേക്ക് കയറി ചെല്ലുകയാണ്, അങ്ങനെ തന്നെ പറയണം. ഇസ്രയേൽ ആയതുകൊണ്ട് വേറൊരു രാജ്യത്ത് കയറിയത് അധിനിവേശമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലെബനൻ ക്രിസ്ത്യൻ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികം മാത്രമല്ല, ഈ ജൂതന്മാരെ സംബന്ധിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ലെബനോൺ. അതെ, ലെബനോണും സിറിയയൊക്കെ ഈ പഴയ ബൈബിളിലുള്ള അതാണ്, ബൈബിളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. അതൊക്കെ വീണ്ടും ഇസ്രയേലിൻ്റെ അധീനതയിലായാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഇസ്രയേലികളുണ്ട്. വിശാല ഇസ്രയേൽ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഏതായാലും എനിക്ക് തോന്നുന്നു യുദ്ധം ബന്ദികളെ, ലെബനനാണെങ്കിൽ കേരളവുമായിട്ടും വലിയ അടുപ്പമുള്ളതാണ് ഒരു കാലത്ത്. കാരണം മാലക്കര ആശ്രമത്തിൽ സ്വാമി ആത്മാനന്ദയെ കാണാനായിട്ട് ലെബനനിൽ നിന്നും മന്ത്രി കമാൽ ജൂംബ്ലാത്ത് എപ്പോഴും വരുമായിരുന്നു. അതെയോ? അത് ശരി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ വാർത്തകൾ ധാരാളം മലയാള മനോരമയിലൊക്കെ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഈ കമാൽ ജൂംബ്ലാത്ത് സ്വാമി ആത്മാനന്ദയെ കാണാനായിട്ട് വരുന്നതോ. അത് ശരി, അത് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ആശ്രമം ഉണ്ടായിരുന്നപ്പോൾ അവിടെയും വരുന്നുണ്ടായിരുന്നു. ആത്മാനന്ദയുടെ ആശ്രമം ആദ്യം അവിടെയാണ്. മുമ്പ് പോലീസ് SP ആയിരുന്ന ആളാണ് കൃഷ്ണൻകുട്ടി മേനോൻ. അത് ശരി. നമുക്ക് കഥയമമ്മയിൽ ഒരു സാധ്യതയെക്കുറിച്ച് പറയാം, സംസാരിക്കാം, വീണ്ടും പറയാം. ഏതായാലും യുദ്ധം തുടരുകയാണ്. ഇസ്രായേൽ ഒരിഞ്ചും പിന്നോട്ട് പോകുന്നില്ല, കിലോമീറ്ററുകൾ മുന്നോട്ട് പോവുകയാണ്. രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി കടന്നു ചെല്ലുകയാണ്, സിറിയയിലേക്കും ലെബനോണിലേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.